ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് സഫാൻ വ്ളോഗ്. ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിക്സ്ചർ ടേസ്റ്റിലൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അവിൽ വറവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും ഇഷ്ടമാവും 4 മണി ചായക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന അത്യഗ്രനായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 കപ്പ് അവിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇത് ഒരു പാനിൽ വെച്ചിട്ട് ഒട്ടും തന്നെ ഓയിലൊന്നും ചേർക്കാതെ വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം. അത്യാവശ്യം കുറച്ച് സമയം നമ്മളിത് വറുത്തെടുക്കണം കേട്ടോ, എന്നാലേ ഉള്ളൂ ഇത് നന്നായിട്ട് മൊരിഞ്ഞ് വരുന്ന രീതിയിൽ ഇത് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് വറുത്തെടുത്ത അവിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പോലും ചെറുതായിട്ടൊന്നുകൂടെ ഒന്ന് വറുത്തെടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇതിങ്ങനെ നന്നായിട്ട് വറവായി വരികയാണെങ്കിൽ നമുക്കിത് ഒരുപാട് കാലം കേടുവരാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. 4 മണി ചായക്കൊക്കെ ഇടയ്ക്കൊക്കെ നമ്മളെ കുട്ടികൾക്കൊക്കെ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കാനൊക്കെ ഇത് നല്ലതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് വറവായി വന്നിട്ടുണ്ട്. നമുക്ക് അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഈ പാനിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മുന്തിരി ചേർത്തെടുക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ മാത്രം ചേർത്തെടുത്താൽ മതി കേട്ടോ, ഇല്ല എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിതിൽ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഇത് ചെയ്യാൻ ഏറ്റവും നല്ലത്. കൂടുതൽ കാലം സൂക്ഷിച്ച് വെക്കാനൊക്കെ ആകുമ്പോൾ വെളിച്ചെണ്ണയിലൊക്കെ ചെയ്തെടുത്താൽ അതിൻ്റെ ടേസ്റ്റിൽ വ്യത്യാസമൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് കോരിയെടുക്കാം. അത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല ഒരു പിടി വേപ്പില ചേർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കറിവേപ്പില നമ്മൾ എത്രമാത്രം ചേർക്കുന്നോ അത്രമാത്രം ഈ അവിൽ വറവിന് നല്ല ടേസ്റ്റി ആയി കിട്ടും കേട്ടോ. അതിൻ്റെ ആ ഒരു സ്മെല്ലും അതുപോലെ അതിൻ്റെ ഫ്ലേവർ കിട്ടാൻ എത്രമാത്രം നമുക്ക് ചേർത്ത് കൊടുക്കാൻ കഴിയുമെങ്കിൽ അത്രയും ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം ഇതുകൂടെ ഒന്ന് കോരിയെടുക്കണം. വേപ്പിലയുടെ സ്റ്റെപ്പ് നമ്മൾ ഒരിക്കലും മിസ്സാക്കരുത് കേട്ടോ. അത് ഒരിക്കലും മിസ്സാകാത്ത രീതിയിൽ നമ്മൾ ചെയ്തെടുക്കണം. അപ്പോഴേ ഉള്ളൂ നമ്മൾ അവിൽ വറവിന് അതിൻ്റെ നല്ലൊരു മണമൊക്കെ കിട്ടുള്ളൂ. അതുപോലെ ഇനി ചെയ്തെടുക്കുന്നത് വറ്റൽമുളകാണ്. ഒരു 5 വറ്റൽമുളക് ഞാനിതിലൊക്കെ ചേർത്ത് എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ കോരിയെടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കറുത്ത് പോകാനൊക്കെ സാധ്യതയുണ്ട്. നന്നായിട്ട് ചൂടായി കിടക്കുന്ന ഓയിലാണല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അത് കോരിയെടുക്കണം കേട്ടോ. ഇനി ഈ പാനിലോട്ട് ചേർത്ത് എടുക്കുന്നത് 2 അല്ലി വെള്ളുള്ളിയാണ്. ഈ വെള്ളുള്ളിയും കറിവേപ്പിലയുടെ പോലെ തന്നെയാണ് നമുക്ക് കൂടുതൽ ചേർത്ത് എടുക്കുന്നത്, അത്രയും നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ 2 അല്ലി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഈ ഓയിലിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ വെള്ളുള്ളിയുടെയൊക്കെ നല്ലൊരു സ്മെല്ല് ഇപ്പോൾ തന്നെ വരുന്നുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന മിക്സ്ചറിനൊക്കെ ഉണ്ടാകുന്ന ആ ഒരു സ്മെല്ല് ഉണ്ടല്ലോ, ആ ഒരു സ്മെല്ല് ഇപ്പോൾ തന്നെ ഇതിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അത്യാവശ്യം നന്നായിട്ട് വെള്ളുള്ളി ഇതിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഈ വെള്ളുള്ളി കൂടെ ഒന്ന് കോരിയെടുക്കാം. ഇനി ഈ ഓയിലിലേക്ക് നമുക്കൊരു 2 കപ്പ് പൊട്ടുകടല ചേർത്ത് കൊടുക്കാം. വെള്ളക്കടലയാണത്, മിക്സറിലൊക്കെ ഉണ്ടാവുന്ന ആ ഒരു കടലയാണ്, നമ്മൾ ചട്നിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആ കടല. പക്ഷേ ഇതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നിലക്കടലയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏതെങ്കിലും ഒരു കടല ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഒന്നുകൂടെ നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കണം. വല്ലാതെ അങ്ങോട്ട് ബ്രൗൺ കളർ ആവുമൊന്നും വേണ്ട, ഒരു ചെറിയ ബ്രൗൺ കളർ ആകുമ്പോഴേക്ക് നമുക്കിത് ഒക്കെ ചെയ്തെടുക്കുമ്പോഴും ഫ്ലെയിം വളരെ ലോവിലേ വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി ഈ ഓയിലിലേക്ക് 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തെടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ 1 കപ്പ് തേങ്ങ ചിരവിയത് കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒന്നിച്ച് ചേർക്കണം, എന്നാലുള്ള ഈ തേങ്ങയ്ക്ക് നമുക്ക് ആ ഒരു ചുവന്ന കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് തേങ്ങയുടെ കൂടെ തന്നെ കാശ്മീരി ചില്ലി പൗഡറും ഒന്നിച്ച് ചേർത്തെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. അത്യാവശ്യം നല്ല മുരിമുരിയാണ് ആവുന്ന രീതിക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഈ തേങ്ങ വറവ് കൂടെ നമ്മുടെ അവിൽ റെസിപ്പിയിൽ നന്നായിട്ട് മിക്സ് ആകുമ്പോൾ വറവിന് നല്ലൊരു ടേസ്റ്റി ആയിരിക്കും. ഇനി ഇതിലേക്ക് ഒരു 4 ഏലക്ക ചേർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഏലക്കായുടെ ഒരു ഫ്ലേവർ കൂടെ നമ്മുടെ ഈ റെസിപ്പിക്ക് ലഭിക്കും. അത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചേർത്ത് കൊടുക്കണം. തേങ്ങ നന്നായിട്ട് വറവായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അവിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ അവിലും തേങ്ങയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ അവിൽ തേങ്ങയിൽ നന്നായിട്ട് മിക്സായി വരുന്ന സമയത്ത് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഉണക്കമുന്തിരി, പൊട്ടുകടല, അതുപോലെ വേപ്പില,
വെള്ളുള്ളി, ചുവന്ന മുളക് എന്നിവയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആയി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. ഇത് മിക്സാക്കി എടുക്കുന്ന ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2 സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും ഇത് നല്ല ടേസ്റ്റി ആയിരിക്കും. പക്ഷേ നല്ല ഒരു എരിവിൻ്റെ ഫ്ലേവർ ആയിരിക്കും കൂടുതൽ കിട്ടുക. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരൽപ്പം പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അവൽ വറവ്. നല്ല ടേസ്റ്റിയാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.